നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ശത്രുവിൻ അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങ് പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് അല്പസമയം എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിലിരുന്ന് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ തക്കണം സഹായിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ ദാനമായി തല്ലുന്നല്ലോ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളും ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെയും തിരുമുൻപാകെ കൊണ്ടുതരികയപ്പാ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാരവിഷയം, രോഗവിഷയം, ഞങ്ങളുടെ പ്രശ്നം, പ്രതികൂലം എല്ലാം അറിയുന്നവൻ്റെ മുൻപാകെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നത്. ഞങ്ങൾക്ക് സകലത്തിനും മതിയായ ഒരു നല്ല പിതാവ് ഉള്ളതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ നടത്തിയ ഞങ്ങളുടെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം. പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവശക്തനും മനസ്സലിവും കരുണയുമുള്ള ദൈവമാകിയാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പാ. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളെ ഒന്നുകൂടി ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അമ്മ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി ചെയ്യുന്ന മക്കളെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളായിരിക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ജയത്തോടെ വരെ നടത്തണമേ. കർത്താവേ, ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, വിവിധ കോഴ്സുകളിലെ ഡിഗ്രിക്കായിരിക്കുന്നവരെ എല്ലാം സമർപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്ത് പ്രയത്നിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആമേൻ. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുണ്ട്, ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്നവരുണ്ട്, വിസ ലഭിച്ച മക്കളുണ്ട്. കർത്താവെ, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നാഥാ, നിൻ്റെ പൊന്നുകാരൻ ചലിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ. തക്ക സമയത്ത് കടന്നുപോയി ജോലി കാര്യങ്ങളെ ചെയ്യുവാനൊക്കെ ഇടയാക്കണമേ. ജോലിയില്ലാത്ത എല്ലാ മക്കൾക്കും അവിടുത്തെ കലവറ തുറന്നു കൊടുക്കണമേ. ഉപജനമാർഗത്തിൻ്റെ വഴി ആവശ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്വർഗത്തിലെ അപ്പൻ കരുണ കാണിച്ച് തുറന്നു കൊടുത്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. മുട്ടുവീൻ, തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, കണ്ടെത്തും. തിരുവചനമാകത്താവേ, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാ. ഞങ്ങളുടെ ഉപജീവനമാർഗമില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ അപ്പൻ്റെ അൻപാർന്ന കരം നീട്ടി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്ന മക്കളെയും ശക്തീകരിച്ച് ബലത്തോടെ നിർത്തിക്കൊള്ളണമേ. ഹല്ലേലൂയ. പ്രയാസ ദൂരത്തും വിടുവിച്ചാട്ട്, നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് ജോലിയിലൊക്കെ നിലനിർത്തിക്കൊള്ളണമേ. കർത്താവേ, ഈ സമയം വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണ വേണം കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. സ്വർഗമേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിച്ച കർത്താവാ. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, ഇനിയും വിവാഹപ്രായമായ മക്കളുണ്ട്, അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഏൽപ്പിക്കുന്നപ്പാ, അവരുടെ നിന്ന ഉരുട്ടി മാറ്റണമേ. കർത്താവേ, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ട് കർത്താവേ, തലമുറ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. ഉദരപരം അവിടുത്തെ ദാനമാ കർത്താവേ. മാസം തികയോളം കൂടെ ഇരിക്കണേപ്പാ. സുഖപ്രസവത്തെ കൊടുക്കണമേ കർത്താവേ. ഊനമില്ലാത്ത പൈതങ്ങളെക്കൊണ്ട് സന്തോഷിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു.
ഓരോ മക്കളുടെയും യാത്രയിൽ കർത്താപ്പച്ച കൂടെ ഇരുന്നോണേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷത്തിലേക്ക് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. ഈ പുതുവർഷക്കാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കണമേ. പ്രഭുക്കിലെ വരവിലെ വാഹനത്തിൽ വഴിയിലൊക്കെ കൂടെ ഇരിക്കണമേ. ഉപജന്മാർക്കൊക്കെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. മദ്യത്തിലും മയക്കുമരുന്നിലും അനേക ജീവിതങ്ങൾ കഴിയുന്നു. അനേക ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളും മ്ലേച്ഛമായി നടക്കുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ നടക്കുന്നു. മാതാപിതാക്കളെ വേദനിപ്പിച്ച് നടക്കുന്നു കർത്താവേ. ഫോണിനടിമപ്പെട്ട് കൂട്ടുകാർക്ക് അടിമപ്പെട്ട് കർത്താവേ സ്തോത്ര. ആമേൻ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ അപ്പച്ചൻ വിടുവിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയപ്പാ. ആമേൻ. കർത്താവ് രൂപാന്തരപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും കാത്തോണേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിച്ചോണേ. ഞങ്ങളുടെ യുവാക്കന്മാരെ പരിപാലിക്കണമേ. അരുതാത്തതിൽ നിന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തി തരണമേ കർത്താവേ. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ചോണേ കർത്താവേ. ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു മുതിർന്നു വരാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ. സമയം കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. ഓരോ ഹൃദയത്തിനും ആവശ്യമാർന്ന സമാധാനം നൽകി പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവ് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരിക. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട് കർത്താവേ. അദൃശ്യമാർന്ന ആ കരമൊന്ന് ചലിപ്പിച്ചാൽ മതിയപ്പാ. തൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വന്തം കാര്യം ചെയ്തെടുപ്പാൻ ബലം കൽപ്പിച്ച് രോഗക്കിടക്ക വിട്ട് എഴുന്നേൽപ്പാൻ തക്കണം തമ്പുരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ സ്തോത്രം. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ കർത്താവേ, ഓപ്പറേഷന് വിധേയപ്പെടുന്ന മക്കൾ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ എൻ്റെ ദൈവമായ കർത്താവേ സ്തോത്രം. മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെല്ലാം സമർപ്പിക്കുന്നു. തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആരാരും പരിഹരിക്കപ്പെടാൻ മേലാത്ത വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ സ്വർഗം ഇറങ്ങി പ്രവർത്തിച്ച് എല്ലാ രോഗികളുടെ പേരും കരം വെച്ച് സൗഖ്യം ദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അടിയങ്ങളുടെ ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. യേശുവേ, ദാവീദ് പുത്രാ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവമാ. ഓരോ മക്കളെയും കാണുന്ന ദൈവമാ. ആമേൻ. ഹല്ലേലൂയ കർത്താവേ. തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മൊഴിയാൽ ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള ജീവിതങ്ങളെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ സൗഖ്യം കാത്തു കിടക്കുകയാ. അവിടുന്ന് അത്ഭുതം ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ രാഷ്ട്രങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേനെ. ഞങ്ങളെ യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ നിന്ന്, ജലപ്രളയത്തിൽ നിന്ന് വിടുവിച്ചാട്ട് ഞങ്ങളുടെ രാജ്യങ്ങളോടൊക്കെ കരുണ കാണിച്ചാട്ട് കർത്താവേ. ആമേൻ. ഞങ്ങളുടെ ഭരണകർത്താക്കളോട് മനസ്സറിഞ്ഞാട്ട് വിശ്വസ്തതയുള്ളവരായി, സത്യസന്ധതയുള്ളവരായി, ആത്മാർത്ഥതയോടെ, അർപ്പണാബോധത്തോടെ അവരെ ഏൽപ്പിച്ച ജോലികളെ ചെയ്യുവാൻ സഹായിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവേ. സുവിശേഷ വേല നിമിത്തം കഷ്ടമനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. എൻ്റെ യേശുവിൻ്റെ നാമം വലിയതാ. എൻ്റെ യേശുവിൻ്റെ നാമം അത്ഭുതത്തിൻ്റെതാ. എൻ്റെ യേശുവിൻ്റെ നാമം സൗഖ്യത്തിൻ്റെതാ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാ. ഇത് വളരണം, ഇത് ഉയരണം കർത്താവേ. ആവശ്യങ്ങളുടെ നടുവിൽ ഓരോ മക്കളോടും കരുണ കാണിക്കണം. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.